ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ഔട്ടിംഗ് ഡേ ആണ്. അങ്ങനെ വെറുതെ ഒരു ഔട്ടിംഗ് പോവുകയല്ല കേട്ടോ. കർണാടകയിലെ ചിക്മംഗ്ലൂരിലുള്ള നേത്രാവതി പീക്ക് കീഴടക്കാൻ പോവുകയാണ് ഞങ്ങൾ. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ടീമിനെ പരിചയപ്പെടുത്തി തരാം. ആദ്യം നിത് എൻ്റെ ഹസ്ബൻഡാണ്. മൂപ്പർക്ക് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഒരു കുന്ന് കണ്ടാൽ മതി, നമ്മൾ ഷൂ ഇടുന്നതിന് മുമ്പേ പുള്ളി പകുതി ദൂരം പോയിട്ടുണ്ടാവും. പിന്നെ ഇതാ അന്നോയ, എൻ്റെ മോൾ. അവൾ എന്തിനും റെഡിയാണ്. ട്രക്കിംഗ്, ട്രാവലിംഗ്, പിന്നെ മെയിനായിട്ട് എവിടെയെങ്കിലും കുറച്ച് വെള്ളം കണ്ടാൽ മതി, പിന്നെ ആളെ കാണില്ല. പിന്നെ ഞാൻ ദിയ. റിസർച്ചൊക്കെ സ്ട്രെസ്ഫുൾ ആകുമ്പോൾ ഇങ്ങനെയുള്ള യാത്രകളാണ് എൻ്റെ മെയിൻ സ്ട്രെസ് റിലീഫ്. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ പുതിയ സ്ഥലങ്ങൾ തേടി ഇറങ്ങുക എന്നതാണ് ഞങ്ങളുടെ ഒരു ശീലം. ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമല്ല ഉള്ളത്. ചെന്നൈയിൽ നിന്നുള്ള ഞങ്ങളുടെ ചങ്ക് ബഡ്ഡീസും കൂടെ ഉണ്ട്. ഇവർ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് എന്നതിനേക്കാൾ ഒരു ഫാമിലി പോലെയാണ്. കുറേ യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവരുടെ കൂടെ ഓരോ ട്രിപ്പും ഞങ്ങൾക്ക് ഓരോ ആഘോഷം പോലെയാണ്. ഇത് നാരായണി മരണും. ഞങ്ങളുടെ ഒഫീഷ്യൽ എൻ്റർടൈനറാണ് നാരായണി. അരുൺ നിതിനെ പറഞ്ഞതുപോലെ തന്നെ ട്രക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇവൻ ആരോ കൈവശം കൊടുത്തോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതുകൂടാതെ കമൽജി ഒരു എക്സ് സർവീസ് മാൻ ആണ്. ധ്രുവ്, സതീഷ്, ഐശ്വര്യ, ലക്ഷ്മി പ്രിയങ്ക, കാന്തി എല്ലാവരും നിതിൻ്റെ വർക്ക്മേറ്റ്സ് ആണ്. അങ്ങനെ ഞങ്ങൾ നടത്തം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ തീർക്കുമോ എന്ന് എനിക്ക് തന്നെ ചെറിയൊരു സംശയം തോന്നി. പക്ഷേ എല്ലാ ട്രെക്കിങ്ങിലും എനിക്ക് ഇങ്ങനെയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതുകൊണ്ട് നിതിനെ വല്ലാണ്ടങ്ങ് എൻകറേജ് ചെയ്ത് കളഞ്ഞു. വഴി നീളെ മലകളും ചെറിയ അരുവികളും ഇടുങ്ങിയ നടവഴിയുമൊക്കെയായി വർത്തമാനവും തമാശകളും പറഞ്ഞ് ഇടയ്ക്ക് കെതിച്ചു വന്നാൽ ഒട്ടും തളരാതെയും ഞങ്ങൾ മുന്നോട്ട് പോയി. ഇവിടുത്തെ മലകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു മലയുടെ മുകളിലെത്തി ഹാവോ കഴിഞ്ഞു എന്ന് കരുതി നോക്കുമ്പോൾ ദേ മുമ്പിൽ അടുത്തത് തുടങ്ങുകയായി. അങ്ങനെ മല കയറിയും ഇറങ്ങിയും വീണ്ടും കയറിയും ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോയി. അവസാനം ആ മല മുകളിൽ ഞങ്ങൾ എത്തി. ഓ, ആ നിമിഷം അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. നമ്മൾ നിൽക്കുന്നിടത്തേക്ക് മേഘങ്ങൾ പറന്ന് കയറി വരുന്ന ദൃശ്യം അത്ഭുതമാണ്. അതുവരെയുള്ള എല്ലാ ക്ഷീണവും ആ നിമിഷം അലിഞ്ഞു പോയ പോലെ തോന്നി. മനസ്സ് നിറയെ സന്തോഷം മാത്രം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീലിങ്സിന് വേണ്ടിയാണ് ഓരോ ട്രക്കിങ്ങും നടത്തുന്നത്. ഇങ്ങനെയുള്ള സർപ്രൈസുകളാണ് ശരിക്കും ഓരോ യാത്രയും സ്പെഷ്യലാക്കുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് ആ ദൃശ്യം ആവോളം മനസ്സിൽ പകർത്തി ക്ഷീണം മാറ്റാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോയ ഫുഡും കഴിച്ച് കുറേ കഴിഞ്ഞ് മലയിറങ്ങി. അപ്പം ഞങ്ങൾ പോട്ടെ, ടാറ്റാ.